ആദ്യത്തെ ഓശാന ഞായറാഴ്ച വഴിയരികിൽ വിതറപ്പെട്ടത് ജനങ്ങളുടെ വസ്ത്രങ്ങളും മരത്തിൻ്റെ കൊമ്പുകളുമാണ്. എന്നാൽ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിക്കുവാൻ ഭാഗ്യം ലഭിച്ച നാം ഓരോരുത്തരും നമ്മെ തന്നെയാണ് അവൻ വരുന്ന വഴികളിൽ സമർപ്പിക്കേണ്ടത്. കർത്താവിൻ്റെ മുന്നിൽ നാം നമ്മെ തന്നെ അടിയറ വയ്ക്കേണ്ട ദിനമാണ് ഓശാന. അവൻ്റെ പാദത്തോട് ചേർന്ന് കുരിശിലേക്ക് നടന്നു നീങ്ങേണ്ടവരാണ് നമ്മൾ. തെരുവോരത്ത് കർത്താവിൻ്റെ കടന്നുപോകലിൽ കൈയടിച്ചു നിൽക്കേണ്ട കാണികളല്ല നാം. കുരിശിനെ സ്വീകരിക്കുവാൻ ആഹ്ലാദത്തോടെ ഒരുങ്ങുവാനുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ തിരുനാളാണ് ഓശാന. വളരെ അർത്ഥസാന്ദ്രതയുള്ള ഒരു പ്രസംഗമാണത്. അന്ന് അവർ വഴിയോരങ്ങളിൽ വിതറിയത് മരച്ചില്ലകളായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ശുദ്ധിയുള്ള അശുദ്ധി ഒന്നുമില്ലാത്ത നമ്മളുടെ ഹൃദയങ്ങളാണ്, നമ്മളുടെ മനസ്സുകളാണ്, നമ്മളുടെ പരിശുദ്ധിയുള്ള ഓർമ്മകളാണ് കർത്താവിൻ്റെ വഴിയിൽ നമ്മൾ വിതറേണ്ടത് എന്ന് ഓശാന തിരുനാളിൽ ആദിമസഭയിൽ തന്നെ പിതാക്കന്മാർ പഠിപ്പിച്ചിരുന്നു എന്നത് നാം ഒരിക്കലും മറന്നു പോകരുത്. വിനയാന്വിതനായിട്ട് ജെറൂസലത്തേക്ക് വരുന്ന ഈശോയോടുള്ള പ്രതികരണമാണ് നമ്മൾ സുവിശേഷത്തിൽ കണ്ടത്. അവരാരും കാര്യമായിട്ട് അത് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ നമ്മൾ ആ സുവിശേഷ ഭാഗത്തെ ഒരു വിലയിരുത്തലായിട്ട് നമ്മൾ വായിക്കുമ്പോൾ കഴുതയുടെ പുറത്ത് കയറി ഒരു വളരെ സാധാരണക്കാരനെ പോലെ നിത്യനഗരത്തേക്കാൾ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്ന ജെറൂസലത്തേക്ക് കടന്നു വരുന്ന ആ ഈശോയോടുള്ള പ്രതികരണം, അതാണ് ഇന്നും നമ്മൾ ഓശാന ആഘോഷിക്കുമ്പോൾ, ഓശാന തിരുനാളിൽ പങ്കെടുക്കുമ്പോൾ ഈ പ്രതികരണങ്ങൾ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ഇന്നും ഉണ്ടാകുന്നുണ്ട്. അവരിൽ ഒരു വലിയ പറ്റം ജനങ്ങളിൽ ഈ കാഴ്ച വളരെ സ്വാധീനം ചെലുത്തി, ഇൻഫ്ലുവൻഷ്യലായിരുന്നു. ധാരാളം ചേട്ടന്മാരും ചേച്ചിമാരും അമ്മച്ചിമാരും അവരുടെ വസ്ത്രങ്ങളും അവരുടെ തൂവാലകളും അവരുടെ പറമ്പിലെ ചെടികളുടെ ചെറിയ പൂക്കളും ചില്ലകളും എല്ലാം കൊണ്ടുവന്ന് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അവർക്ക് കൗതുകമേറി വലിയ ഒരു പ്രതികരണം അവരുടെ മനസ്സിൽ ഉണ്ടാക്കി. നമ്മളും അതുകൊണ്ടാണ് ഈ വലിയ പാരീഷുകളും നിറഞ്ഞ് കവിഞ്ഞ് ഈ പ്രഭാതത്തിൽ ആളുകൾ വന്നിരിക്കുന്നത്. ഈ ഓശാന നമ്മളിലൊരു ഉണർവ്, ഉന്മേഷം, ഇത് കർത്താവിൻ്റെ പീഡാസഹനത്തിലേക്കുള്ള ഒരു ആനവാതിലാണ് എന്നുള്ള ചിന്ത നമുക്കുള്ളത് കൊണ്ടാണ്. ഓശാനയിൽ നമ്മൾ വാഴ്ത്തുന്ന ഒരു കുരുത്തോല നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ പൈശാചിക ശക്തികളെല്ലാം കീഴ്പ്പെടുമെന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ടാണ്. ഒരു കുരുത്തോല ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ വെച്ചാൽ വണ്ടിക്ക് ആളുകൾക്ക് അപകടമുണ്ടാവുകയില്ല എന്നുള്ള വിചാരമുള്ളത് കൊണ്ടാണ്. ഇൻഫ്ലുവൻഷ്യലാണ്, ഒരുപാട് പേരെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മളെയും സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ഈ തിരുനാൾ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. മറുവശത്ത് കർത്താവെന്ന് ജെറൂസലം പട്ടണത്തിൽ വന്ന് ഇങ്ങനെ വലിയ ഒരു ആവേശം കണ്ട് അവിടെ അവസാനിപ്പിക്കുകയല്ല. ഈ തിരുനാള് അന്ന് നൽകിയ മറ്റൊരു വിചാരം സൗഖ്യം പ്രാപിക്കലാണ്. ഒരുപാട് രോഗങ്ങളുള്ളവർ, മാറാരോഗങ്ങളുള്ളവർ, മറ്റാരോടും പറയാൻ കൊള്ളാത്ത രോഗങ്ങളുള്ളവർ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തവർ, ബലഹീനന്മാർ, പാപികൾ, തിന്മകൾ ചെയ്യുന്നവർ, അശുദ്ധിയിൽ ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി. ഒരുപാട് പേർക്ക് ഈശോ കടന്നുപോയപ്പോൾ, ഈശോ തൊട്ടപ്പോൾ, ഈശോ നോക്കിയപ്പോൾ, ഈശോയുടെ വസ്ത്രത്തോടുള്ള ആദരവ് തോന്നിയപ്പോൾ, ദൈവം ഇത്ര വിനയമുള്ളവനാണല്ലോ എന്ന ചിന്ത ഹൃദയത്തിൽ വിചാരിച്ചപ്പോൾ
ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ സമയത്ത് ഒരുപാട് പേർക്ക് സൗഖ്യം കിട്ടി. നമുക്കും സൗഖ്യം കിട്ടും. ദൈവവചനം നമ്മൾ വിശദീകരിച്ച് കേൾക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഉന്മേഷവും ഉണർവുമാണ് സൗഖ്യം. ഓശാന ഈ ഉണർവാണ്, ഈ ഉയർത്ത് എഴുന്നേൽപ്പാണ്. നമ്മളുടെ രോഗങ്ങളിൽ നിന്ന് നമ്മൾ മുക്തി പ്രാപിക്കലാണ്. ഉത്ഥാനം വച്ച് കൂട്ടിയിരിക്കുന്ന ഒരു ചെപ്പാണ് ഓശാന. ആ ചെപ്പ് നമ്മൾ തുറക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്ന നറുമണം പുനരുത്ഥാനത്തിൻ്റെ നറുമണമാണ്, സൗഗന്ധികമാണ്. അതാണ് സൗഖ്യദായകമായ ഓശാന തിരുനാൾ നമുക്ക് നൽകുന്ന പ്രത്യേകമായൊരു കാഴ്ചപ്പാട്. മൂന്നാമത്തെ ഒരു കാര്യം, സാധാരണഗതിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് ആ കാര്യങ്ങളൊന്നും മനസ്സിലാകുകയില്ല, അവരതേക്കുറിച്ച് ചിന്തിക്കുകയില്ല, അവരതേക്കുറിച്ച് സംസാരിക്കുകയില്ല. ഓശാന തിരുനാൾ വേറൊരു ലെൻസിലൂടെ നമ്മൾ നോക്കുമ്പോൾ കുട്ടികളുടെ തിരുനാളാണ്. ഒരുപാട് കുട്ടികൾ ഒച്ച വയ്ക്കുന്നു, ആർപ്പ് വിളിക്കുന്നു, പള്ളിയിലിരുന്ന് വർത്തമാനം പറയുന്നു. ഈശോ പറഞ്ഞു അവർ പറഞ്ഞോട്ടെ, അവർ പിള്ളേരാണ്, അവർ സ്തുതിക്കട്ടെ, അവർ വർത്തമാനം പറയട്ടെ, അവർക്കറിയാവുന്ന കീർത്തനം അവർ പാടട്ടെ. അങ്ങനെ കുട്ടികളുടെ ഇടയിൽ വലിയ ഒരു ആഹ്ലാദം. ഇന്നും പള്ളിക്കകത്തിരുന്ന് വർത്തമാനം പറയുന്ന കുട്ടികളെ ഞാൻ കാണുമ്പോൾ ഈശോ പറഞ്ഞ കാര്യം എപ്പോഴും ഞാൻ ഓർക്കും. അവർ വർത്തമാനം പറഞ്ഞോട്ടെ, അവരവിടെ നിന്ന് ഉറങ്ങിക്കോട്ടെ, അവർ പാട്ട് പാടിക്കോട്ടെ. അതാണ് അവരുടെ ലിറ്റർജി, അതാണ് അവരുടെ പരിശുദ്ധിയുള്ള മനസ്സ്. അവരൊന്ന് ആർപ്പ് വിളിച്ചു കൊള്ളട്ടെ, അവരൊന്ന് തുള്ളിച്ചാടിക്കൊള്ളട്ടെ. ഈ തിരുനാള് നമ്മളുടെ വീടുകളിലും നമ്മളുടെ സ്ഥാപനങ്ങളിലുമുള്ള കുട്ടികൾക്ക് കൂടുതൽ ആഹ്ലാദം പകർന്നു കൊടുക്കേണ്ട അവസരമായിട്ട് നമ്മൾ എടുക്കണം. കുട്ടികൾ അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു നല്ല ശുദ്ധിയുള്ള ഭാവം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു തിരുനാളാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളുടെ ഈ ഇടയിലും ധാരാളം കുട്ടികൾ ഈ കുരുത്തോല വെഞ്ചിരിപ്പ് കാണുന്നതിനും കുരുത്തോല വാങ്ങിക്കുന്നതിനുമൊക്കെയായിട്ട് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, കർത്താവ് ഈ കഴുതയുടെ പുറത്ത് വിനയാന്വിതനായിട്ട് വന്നപ്പോഴും നമ്മളിലുള്ള തെറ്റുകൾ പള്ളിക്കകത്ത് കയറിയപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി ഇത് കച്ചവടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഊന്നല് അവിടുത്തെ അച്ഛന്മാർക്കും പള്ളി ഭരണകർത്താക്കൾക്കും പള്ളിയുടെ പൊതുവായിട്ടുള്ള ആ ചിട്ടക്രമത്തിലും എല്ലാം ഉണ്ട് എന്ന്. പള്ളിയിൽ നേർച്ച വസ്തുക്കൾ വേണം, അത് വിൽക്കാനും വാങ്ങാനുമുള്ള സൗകര്യം വേണം. പക്ഷെ അതിനെയെല്ലാം മറികടക്കുന്ന ഒരു കച്ചവട കണ്ണ് ദേവാലയത്തോട് ചുറ്റിപ്പറ്റി ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഈശോ തിരുത്തുകയാണ്. ഓശാന തിരുനാളിൽ നമ്മളും എല്ലാവരും ആ തിരുത്തലിനെ ഏറ്റുവാങ്ങണം. ദൈവികമായ കുദാശകൾ പരികർമ്മം ചെയ്യുന്ന ദേവാലയത്തിൽ എപ്പോഴും മുൻഗണന, പ്രാധാന്യം, ഊന്നല് പണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രയവിക്രയങ്ങളെ സംബന്ധിച്ച് ലാഭത്തെ സംബന്ധിച്ച് ഒന്നും ആയിരിക്കരുത്. ഈശോ ഓശാനയിൽ നൽകുന്ന ആ തിരുത്തലും നമ്മൾ ഇതുപോലുള്ള പരികർമ്മ വേദികളിൽ വായിച്ച് ഓർത്ത് എടുക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് യാക്കോബ് മകനായ യൂദായോട് പറഞ്ഞ ആ വാക്യം, നീ ഒരു സിംഹക്കുട്ടിയാണ് എന്ന് പറഞ്ഞ ആ കാര്യം ഇതാണ്. കഴുതയുടെ പുറത്ത് കയറി വന്ന ആ സിംഹക്കുട്ടി പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് തിരുത്തി പ്രോത്സാഹിപ്പിച്ച് അവിടുന്ന് പ്രവേശിക്കാൻ പോകുന്ന പീഡാസകനത്തെക്കുറിച്ചുള്ള ഒരു മുൻകുറിയായിട്ട് ഈ ആഘോഷത്തെ നമുക്ക് ഈശോ തന്നെ നൽകുകയാണ്. ആ ആർപ്പുവിളികൾ, സന്തോഷങ്ങളെല്ലാം വലിയ വേദനകളായിട്ട് 10ൽ 9 ഏറ്റുവാങ്ങിയ ഒരു പട്ടണത്തിൻ്റെ വേദനയായിട്ട് ദൈവത്തിൻ്റെ മകനായ ഈശോയുടെ മരണം അനുഭവിക്കേണ്ടി വന്ന ആ വേദന ഏറ്റുവാങ്ങിയ കാര്യം കൂടിയാണ് ഓശാനയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ഇരുന്ന കഴുത കെട്ടപ്പെട്ട കഴുതയായിരുന്നു. പരിശുദ്ധമായ രീതിയിൽ മാറ്റി നിർത്തപ്പെട്ട കഴുതയായിരുന്നു.
അത് അനാദി മുതൽ പ്രവാചകന്മാർ വഴി മാറ്റി നിർത്തപ്പെട്ട ഒരു സിംഹാസനമായിരുന്നു. ആ സിംഹാസനത്തിലാണ് ഈ സിംഹക്കുട്ടി കയറി ഇരുന്നത്. ഈശോ എപ്പോഴും അങ്ങനെയായിരുന്നല്ലോ. ഈശോ പിറന്നത് തന്നെ കന്യകയുടെ ഗർഭപാത്രത്തിലാണ്. 8, 10, 12 മക്കളുള്ള ഏതെങ്കിലും സ്ത്രീയിൽ നിന്നും ഈശോയ്ക്ക് ജനിക്കാമായിരുന്നല്ലോ. ഈശോ പിറന്നത് കന്യകയുടെ ഉദരത്തിലാണ്. ഈശോയെ അടക്കം ചെയ്തത് മറ്റാരെയും അടക്കിയിട്ടില്ലാത്ത ഒരു കല്ലറിയിലാണ്. ഈശോ യാത്ര ചെയ്തത് ആരും കയറി യാത്ര ചെയ്യാത്ത ഒരു കഴുതയുടെ പുറത്താണ്. സാമുവേലിന്റെ പുസ്തകം 6:7 പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വാഹനം ഉണ്ടാക്കി ഒരിക്കലും നുകം വയ്ക്കാത്ത കറവപ്പശുക്കളെ കെട്ടുവിൻ. ആ വണ്ടിയിൽ കർത്താവിൻ്റെ പേടകം വയ്ക്കുക. എത്രയോ സാർത്ഥമായ ഒരു പ്രവചനമാണ്. നിങ്ങളൊരു വാഹനമുണ്ടാക്കി ഒരിക്കലും നുകം വയ്ക്കാത്ത കറവപ്പശുക്കളെ, മറ്റൊരിടത്തും ഉപയോഗിക്കാത്ത, പണിയെടുത്ത് ബലഹീനമാകാത്ത, പരിശുദ്ധിയിൽ നിൽക്കുന്ന കറവപ്പശുക്കളെ കെട്ടുവിൻ. ആ വണ്ടിയിൽ വേണം കർത്താവിൻ്റെ വാഗ്ദാന പേടകം വയ്ക്കാൻ. ആരും യാത്ര ചെയ്യാത്ത ആ കഴുതക്കുട്ടി അതാണ്, ആ വണ്ടിയാണ്. വാഗ്ദാന പേടകത്തിൻ്റെ പൂർത്തീകരണമാണല്ലോ ഈശോ. അങ്ങനെ ഈ ഓശാന തിരുനാൾ നമ്മൾ കർത്താവിൻ്റെ രക്ഷാകരമായ പീഡാസഹനത്തിലേക്കുള്ള വഴിയാണ്. ദൈവശാസ്ത്രപരമായ അർത്ഥത്തിൽ ഓശാന തിരുനാൾ സ്ലീവാപാത തന്നെയാണ്. സ്ലീവാപാത തന്നെയാണ്. ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ഓർമ്മകളാണ് നമ്മൾ അതിൽ സൂക്ഷിച്ച് വച്ചിരിക്കുന്നത്. അത്തരത്തിൽ ദൈവത്തിൻ്റെ രക്ഷ ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച ജെറൂസലം പട്ടണത്തെയും ദേവാലയത്തെയും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്രൈസ്തവ വിശ്വാസികളെ എല്ലാവരെയും നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം കൂടിയാണിത്. ഞാൻ 1-2 കുഞ്ഞു കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ഓശാന ദിവസം നമുക്കൊരു പൊളിച്ചു പണിയുടെ ദിവസമായിരിക്കണം. ഈശോ ചെയ്തത് അതാണല്ലോ. എല്ലാവരെയും അമ്പരപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അസീസിയിലെ ഫ്രാൻസിസിന് ക്രൂശിത രൂപത്തിൽ നിന്ന് കേട്ട ഒരു സ്വരം, ഗോ ആൻഡ് റിപ്പയർ മൈ ചർച്ച്. നീ പോയി എൻ്റെ പള്ളി പണിയണം. നമ്മുടെ വീട് മോശമാകുമ്പോൾ കുറേയെല്ലാം റിപ്പയറിംഗ് ഒക്കെ മെയിൻ്റനൻസ് നടത്തും. കതക് മാറ്റി വെക്കും, ഒരു ചെറിയ മുറി കൂട്ടിപ്പിടിപ്പിക്കും, അല്ലെങ്കിൽ ഒരു ബാത്റൂം കൂടി ഉണ്ടാക്കും, അല്ലെങ്കിൽ മുകളിൽ നനയാത്ത രീതിയിൽ ഒന്നുകൂടി ചെയ്യും. കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം പൊളിച്ച് മാറ്റി അടുക്കും ചിട്ടയുമുള്ള, ലാളിത്യമുള്ള, എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാവുന്ന, എല്ലാവരും തമ്മിൽ വർത്തമാനം പറയാവുന്ന, കൂട്ടായ്മ പുലർത്തുന്ന ഒരു വീടാണ് എനിക്ക് വേണ്ടത് എന്ന്. ഈ ഓശാന ഞാനും വിചാരിക്കുന്നു നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. ഒരു പൊളിച്ച് പണിയുടെ സന്ദേശമാണ് ഈശോ ദേവാലയത്തിനുള്ളിലും അവിടേക്കുള്ള യാത്രയിലുമെല്ലാം നമുക്ക് നൽകുന്നത്. നമ്മളുടെ തിന്മകളിൽ നിന്ന് ഒന്ന് കരയേറാനുള്ള അവസരമായിട്ട്, നമ്മുടെ പോരായ്മകളെ കണ്ടെത്താനുള്ള ഒരു അവസരമായിട്ട്, നിരന്തരമായി നവീകരിക്കപ്പെടേണ്ട ദേവാലയം ജെറുസലത്തുള്ള ആ ബൃഹത്തായ ആ പള്ളിയല്ല, ഞാനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുവാനുള്ള അവസരമാണ് ഈ ഓശാന തിരുനാൾ. കർത്താവ് നമുക്ക് നമ്മുടെ നവീകരണത്തിനായിട്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് നൽകുന്ന ഈ ദിവസത്തെ ആ ചിന്തയോടെ നമുക്ക് മനസ്സിൽ പ്രത്യേകമായിട്ട് കാത്തു സൂക്ഷിക്കാം. ഈശോ ജെറുസലത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് പിന്നിൽ നടന്ന ഒരു സംഭവം ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നതായിരുന്നു. അവൻ്റെ പ്രാർത്ഥന, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്നുള്ളതായിരുന്നു. ഓശാന അതുതന്നെയാണ്. നമ്മളും അന്ധന്മാരാണ്, നമ്മളും കാഴ്ചക്കുറവുള്ളവരാണ്, ആത്മീയത കുറവുള്ളവരാണ്, സ്നേഹം കുറവുള്ളവരാണ്, വാത്സല്യം കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ കാണും. നമ്മുടെയും പ്രാർത്ഥന ആ അന്ധൻ്റെ പ്രാർത്ഥനയാണ്.
കർത്താവേ, എന്നെ രക്ഷിക്കണമേ. യഹൂദ സമുദായത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥന അതായിരുന്നു. അവരുടെ ഓസിയാന അതായിരുന്നു. ക്രൈസ്തവ ലോകത്തിൻ്റെ നിരന്തരമായ ഒരു യാചന ഈ ഓശാന പ്രാർത്ഥനയാണ്. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അതാണ് ഓശാന. നമുക്കും പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ഈ വലിയ രൂപതയോട് ബന്ധപ്പെട്ട, ഈ വലിയ കത്തീഡ്രലിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ഓശാന നവീകരണത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, ആത്മീയ സംതൃപ്തിയുടെ ദിനമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരെയും വിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.